ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഞാൻ 1985 മുതൽ ഡൽഹി കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പത്രപ്രവർത്തനം നടത്തുന്നതാണ്. 1977 ഞാൻ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പ്രവർത്തിച്ച ഒരു സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റായിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം അതിനുശേഷം ഈ 85 മുതലുള്ള സമരങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് കണ്ടിട്ടുള്ള സമരങ്ങളാണ്. വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ജന്മോർച്ച എന്ന് പറയുന്ന അഴിമതി വിരുദ്ധ സമരവും അത് പിന്നീട് മണ്ഡൽ നടപ്പാക്കുന്നതിലേക്ക് എത്തുന്നതും പിന്നീട് അണ്ണാ ഹസാരയുടെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ സമരം, ഈ മണ്ഡൽ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പം രാജഗോപാൽ ഈ പ്രക്ഷോഭത്തിന്റെ തലത്തിൽ പറയുകയാണെങ്കിൽ ഈ മണ്ഡൽ വിരോധികളാണ് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയതെങ്കിലും മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് നടപ്പാക്കാനുള്ള VP സിംഗിന്റെ ആഹ്വാനം, ആ തീരുമാനം, അത് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയിട്ടുള്ള അനുരണനങ്ങൾ, ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുള്ള അനുരണനങ്ങൾ, ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള, താഴേക്കടലിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ അത് വളരെ വലുതായി. ഉദാഹരണത്തിന് ഞാൻ സ്ഥിരമായി മീററ്റിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഗ്രാമമാണ് രാസ്ന. രാസ്ന എന്ന് പറഞ്ഞ വില്ലേജിൽ 1989 ഞാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ജനസംഖ്യയുടെ 1/3 വരുന്ന ദളിതന്മാർക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിട്ടില്ല. അവിടുത്തെ 1/3 വരുന്ന ജനസംഖ്യയിൽ 1/3 ദളിതന്മാരുടെ ഒരു ദളിത് യുവതിയും വിവാഹം കഴിച്ചാൽ ആ യുവതിയുടെ ആദ്യ രാത്രി 1989 വളരെ പ്രാചീന കാലത്തൊന്നുമല്ല, ആദ്യ രാത്രി ഒരു ഠാക്കൂറിന്റെയോ ഒരു ത്യാഗി എന്ന് വിളിക്കുന്ന ഒരു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽ ഒരു പ്രത്യേകതരം കമ്മ്യൂണിറ്റി, ഇവിടെ പിഷാരടി പോലെയൊക്കെ പറയുന്നത്, അവര് ഈ ബ്രാഹ്മണ്യം ഉപേക്ഷിച്ച് കച്ചവടത്തിലേക്ക് പോയ സമൂഹമാണ്. അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിലാണ് ഈ ആദ്യ രാത്രി ഈ പെൺകുട്ടിയുടെ നടത്തുന്നത്. അപ്പൊ ഈ ഓരോ പ്രസ്ഥാനങ്ങൾക്കും ഞാൻ കാണുന്നത് ഹിയർ ആൻഡ് നൗ, നമ്മൾ കാണുന്ന കാലത്തെയും നമ്മൾ ജീവിക്കുന്ന സമയത്തെയും അവിടുത്തെ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഓരോ പ്രസ്ഥാനത്തെയും വിലയിരുത്താൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരം ആദ്യമായിട്ട് കോൺഗ്രസിന്റെ കുത്തക ഇന്ത്യയിൽ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ടാക്കി എന്നാണ് എൻ്റെ അഭിപ്രായം. വിശ്വനാഥ് പ്രതാപ് സിംഗിന്റെ സമരം ഈ പറഞ്ഞ രീതിയിൽ വിശ്വനാഥ് പ്രതാപ് സിംഗ് നേതൃത്വം നടന്നിട്ടില്ല. ലാലു പ്രസാദ് യാദവും മുലായം സിംഗ് യാദവും കാൻഷിറാമും ഒക്കെ കൂടെ പങ്കാളികളായിട്ട് ആ വലിയ മണ്ഡൽ വിപ്ലവം, അത് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ഈ രാസ്ന എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇപ്പോൾ ദളിതന്മാര് ഭൂ ഉടമകളാണ്. അവർക്ക് നേരത്തെ ഒരു തുള്ളി ഭൂമി ഉണ്ടായിട്ടില്ല. അപ്പൊ എന്ന് വെച്ചാൽ ഒരു മാറ്റം, ഒരു പ്രസ്ഥാനം കൊണ്ടുവരുന്ന മാറ്റം അത് റിഗ്രസ് ചെയ്യിപ്പിക്കുക, അത് തിരിച്ചു കൊണ്ടുപോകാൻ വളരെ വിഷമാണ്. അങ്ങനെ സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ അത് വളരെ വിഷമമാണ്. അപ്പൊ അങ്ങനെ ഈ ഓരോ പ്രസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. ഓരോ പ്രസ്ഥാനവും പലതരം സംക്രമണങ്ങളിലൂടെ കടന്നു. ഇപ്പം നേഹയുടെ പാർട്ടിയുടെ സ്ഥാപകനായ വിനോദ് മിശ്ര, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പുറത്ത് നിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹം സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നതായിരുന്നു. അദ്ദേഹം സായുധ വിപ്ലവത്തിൽ നിന്ന് മാറി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്തും ഞാൻ അദ്ദേഹത്തിനുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംക്രമണത്തിലൂടെയാണ് പ്രസ്ഥാനങ്ങളും മനുഷ്യരും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ CJP ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്ന വെച്ചാൽ 12 വർഷമായിട്ട് ഞാനും രാജഗോപാലും ശശിമാഷും ഞങ്ങളെല്ലാവരും ചെറിയ ഫീബിളായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ പൊതുസമൂഹത്തിന്റെ ഏറ്റവും മുഖ്യമായ പ്രവണത അല്ലെങ്കിൽ മുഖ്യമായ ധാര ഭയവും ഒത്തുതീർപ്പുമായിരുന്നു. ഈ CJP സമരം, ഈ ജന്തർ മന്തർ സമരം ഈ ഭരണത്തോട് പറഞ്ഞത് ചെറുത്തു നിൽക്കാൻ തയ്യാറുള്ള, ഒത്തുതീർപ്പിന് തയ്യാറില്ലാത്ത, ഭയമില്ലാതെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ കഴിയും. അങ്ങനെ ഓരോ പ്രസ്ഥാനത്തിന്റെയും അതിൻ്റെതായിട്ടുള്ള മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള വിഷയത്തിൽ. പിന്നെ എല്ലാം അപ്പുറം വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്നോട് ഡയാലിസിസ് കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ ശ്രദ്ധേയമായ ഒരു വാചകം. ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ചാള നിവാസികളെ ഡൽഹിയുടെ മുഖ്യ കേന്ദ്രത്തിൽ നിന്ന് ഒഴിപ്പിച്ച്
ഡൽഹിയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ 10-70 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കുകയാണ് ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പൊ അതിനെതിരെ ശബ്ദമുയർത്താൻ അന്നത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായാലും തയ്യാറായിരുന്നില്ല. എന്താ വെച്ചാൽ കോമൺവെൽത്ത് ഗെയിംസ് എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും. പക്ഷെ വിശ്വനാഥ് പ്രതാപ് സിംഗ് മാത്രമാണ് അതിനെതിരെ, അദ്ദേഹത്തിന് പാർട്ടി ഉണ്ടായിരുന്നില്ല, അദ്ദേഹം കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് സമരം ചെയ്യുകയാണ്. എല്ലാ ഓൾട്ടർനേറ്റീവ് ദിവസങ്ങളിലും ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അദ്ദേഹം ഡയാലിസിസ് ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യം കോമൺവെൽത്ത് ഗെയിംസിൽ അദ്ദേഹം നടത്തുന്ന ഈ സമരത്തെ പറ്റി ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, ഈ സമരം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ കൂടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ല, നിങ്ങൾക്കൊരു വലിയ പ്രസ്ഥാനം സംഘടിപ്പിക്കാനുള്ള ശേഷിയില്ല, എന്നാലും നിങ്ങൾ എന്തിനാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്നോട് പറഞ്ഞിട്ടുള്ള വളരെ ശ്രദ്ധേയമായ വാചകം, ഞാൻ നമ്മുടെ പ്രസ്ഥാനത്തെയും ഒക്കെ കാണുന്നത് ആ രീതിയിൽ അതേ പാരാമീറ്റേഴ്സിലാണ്. വിശ്വനാഥ് പ്രതാപ് സിംഗിനോട് പറഞ്ഞത്, വെങ്കടേഷ്, all struggles are not meant to be won. There is great relevance, great importance for failed battles also. എല്ലാ യുദ്ധങ്ങളും ജയിക്കാൻ വേണ്ടിയുള്ളതല്ല, എല്ലാ സമരങ്ങളും ജയിക്കാൻ വേണ്ടിയുള്ള, സമൂലമായ മാറ്റത്തിന് വേണ്ടിയുള്ള തോൽക്കുന്ന സമരങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അത് തന്നെയാണ് എനിക്ക് എന്നോട് ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത്.